നമുക്കിന്ന് ചെറിയൊരു റൺ എടുക്കാം. ഒരു 5 കിലോമീറ്റർ റണ്ണ് ഞാൻ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ റണ്ണിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബ്രീത്തിങ്ങിന് കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇപ്പം നമ്മൾ ചെറിയൊരു ദൂരം കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ അപ്പോൾ അത്യാവശ്യം നേരമൊക്കെ വെളുത്തവരുമാണ്. കുറച്ച് വെളിച്ചം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓടുന്ന സമയം എന്ന് വെച്ചാൽ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സൂര്യൻ കാര്യമായിട്ട് ഉദിച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ റണ്ണ്. കുറച്ച് ഒരു കാര്യം കാണിച്ചിട്ട് ഇവിടെ ബസ്സിനല്ലാത്തൊരു നമ്പറുണ്ട്, നമ്പറിംഗ് സിസ്റ്റമാണ്. അപ്പോൾ കുറച്ചുകൂടെ പുറത്തുനിന്നവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപകാരപ്പെടും. അങ്ങനെ ഒരു ഇനി ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം പറയും, ഇപ്പോൾ ബസ്സിനൊക്കെ എല്ലാത്തിനും ഇവിടെ നമ്പറുണ്ട്. ഓരോ നമ്പർ ബസ്സിന് കൊടുക്കുമ്പം കുറച്ചുകൂടെ യാത്രക്കാർക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അതിവിടെ കണ്ടതിൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നി, അതോടെ കാണിച്ചിട്ട് മാത്രം. ഇതിവിടെ ശങ്കരാചാര്യൻ്റെ ഒരു ആർട്ട് വർക്ക് ഗാലറി പോലെയാണ്. കുറച്ചുകൂടെ അടിപൊളി അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലമാണിത്. ജസ്റ്റ് ഞാനിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താറായി. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഫോറമാണ് അവിടുത്തെ ഫിനിഷിംഗ് പോയിന്റായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പം ചെറിയൊരു റണ്ണാണ്, ജസ്റ്റ് കാണിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ. ഇതിവിടുത്തെ ഫോറങ്ങളാണ്. ഇതായിരുന്നു ഫിനിഷിംഗ് പോയിന്റ്. നമ്മുടെ അവിടുത്തെ കൊച്ചിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ഫോറമാണ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഇവിടെ അത്യാവശ്യം ചെറിയ സ്ഥലത്തേക്ക് ഒരു മെട്രോ കുറേ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം ഫിനിഷിംഗ് പോയിന്റ് ചെന്നു. അപ്പോൾ ചായക്കട ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ചായ ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ്. ഇതിപ്പോൾ വിത്തൗട്ട് ചായയാണ്. അപ്പം ജസ്റ്റ് ഞാനൊരു ഫൈനൽ പോയിന്റ് എത്തിയപ്പം ചായ മേടിച്ചതേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഫോറമാനിലെ ഫ്രണ്ടിലുള്ള ഒരു ചായക്കടയാണ്. ജസ്റ്റ് കുറച്ചധികം കാര്യങ്ങൾ, നല്ലൊരു ചായക്കടയാണ്, ചെറിയൊരു ചായക്കടയാണ്. നമുക്ക് മാറ്റം കൊണ്ടുവരാവുന്ന കുറേയധികം കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം തോന്നി. ഈ ഒരു ഓട്ടത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് തൊഴിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ. ഇവിടുത്തെ ഒരു ചാർജിങ് സ്റ്റേഷനാണ്. സ്കൂട്ടറൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. ജസ്റ്റ് കുറച്ചുകൂടെ യൂസ്ഫുള്ളാണ് ഇവിടെ ചാർജിങ് സ്റ്റേഷൻ വെച്ചേക്കുന്നുണ്ട്. അപ്പം ഇത് സ്കൂട്ടറൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. കുറച്ചുകൂടെ സിമ്പിളാണ് ഇവിടെ കാര്യങ്ങൾ. ബാറ്ററി അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചാർജ് ചെയ്തെടുക്കുകയാണ്. നല്ല കാര്യങ്ങൾ എന്ത് കണ്ടാലും പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ കുറേ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മെട്രോ ആണെങ്കിലും കുറച്ചുകൂടെ റൂറൽ ഏരിയയിലേക്ക് വരെ ഒരു മെട്രോ ഇപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലും മെട്രോയ്ക്ക് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് നമ്മുടെ. പക്ഷേ സ്പേസ് കണ്ടെത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും യാത്ര സൗകര്യം അടിപൊളിയാണ്. ഇവിടെ മെട്രോന് ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര മോശമാണ്. അപ്പം അതൊരു ബാഡ് മാർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ക്ലൈമറ്റ് വൈസ് എല്ലാം ബാംഗ്ലൂർ നല്ലതാണ്. പക്ഷേ വെയിറ്റ് ഓടാന്ന് കരുതി. അപ്പോൾ കുറച്ചുകൂടെ നല്ല റൂട്ട് കിട്ടിയപ്പോൾ ഒന്ന് ഓടാന്ന് വെച്ച് കാണിച്ചിട്ടുള്ളത് ഒരു ഭംഗി കാണിച്ചത്. സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ്. അപ്പം കുറച്ചുകൂടെ എളുപ്പത്തിലോടാം. വണ്ടിയുണ്ട്, പക്ഷേ സൂക്ഷിച്ചോടിയാൽ മതി. ഇതാണ് ഈ ഒരു സ്ട്രെച്ച്. സ്ട്രെയിറ്റ് കിടക്കുന്ന സ്ട്രെച്ചാണ്. അപ്പോൾ ശ്രദ്ധിച്ചോടുവാണെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യം കൂടുതൽ ലെങ്ത്ത് നമുക്ക് കൂടുതൽ കിലോമീറ്റർ ഓടാൻ പറ്റും. ഫേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. നമ്മൾ ജസ്റ്റ് ഫേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പം കുറച്ചധികം കൂടുതൽ ദൂരം ഓടാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്. ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നി. ഇവിടെ കുറേ കാര്യങ്ങൾ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം നല്ലതാണ്. ചില പാർക്കുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ചിലത് വളരെ മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഈ സ്ട്രെച്ച് ഒന്ന് കാണിക്കാൻ തോന്നി. ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാർക്കാണ്. അത്യാവശ്യം ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണത് നല്ല രസമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇവിടെ കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെടികളൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് വെള്ളം ഒഴിച്ച് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയിൽ സ്ട്രെച്ച് കിടക്കുകയാണ്. നല്ല രസമായിട്ടാണ് ഈ പാർക്ക് അറ്റം വരെ കിടക്കുന്നത്. നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട് പാർക്ക്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. പക്ഷെ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതാണെങ്കിൽ പറയണമല്ലോ. നമ്മുടെ നാടൻ മോശമൊന്നുമല്ല, കുറേ കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ. അതിവിടെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ചില കാര്യങ്ങൾ നമ്മുടെ നാട് കുറേ കൂടി ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, വീസിനാൻ തോന്നില്ല, തുപ്പാൻ തോന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഓടി വന്ന സ്ട്രെച്ചാണ് കാണുന്നത്. വലിയൊരു സ്ട്രെച്ച് ആയിരുന്നു. പക്ഷേ ഇവിടെ ഓടാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല ഈ ഒരു. പക്ഷേ ഇവരിവിടെ കുറച്ചുകൂടെ നീറ്റായിട്ട് ഈ കട്ട വിരിച്ചിട്ടുണ്ട് ലെവലായിട്ട്. പക്ഷേ ഇവിടെ ഓടുമ്പോഴാണെങ്കിലും കുറേ കഴിയുമ്പം കാല് നല്ല രീതിയിൽ സ്ട്രെയിൻ വരും. അപ്പം ഇവിടെ അധികം ഓടരുത്. ജസ്റ്റ് വ്യൂ കാണിച്ചു തരാം. നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലം ക്ലീനായിട്ട് വെക്കണമെന്ന് ചോദിച്ചാൽ കുറച്ച് ഇടവിട്ട് ഡസ്റ്റ്ബിൻ വെച്ചിട്ട് അവിടെ തന്നെ ഇടണമെന്നുള്ളത് ആദ്യം കാണിച്ചു കൊടുക്കുകയല്ലോ. ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരും അത് അനുകരിക്കാറുണ്ട്. വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേസ്റ്റ് കറക്റ്റായിട്ട് ഡസ്റ്റ്ബിൻ പ്ലേസ് ചെയ്യുവാണെങ്കിൽ പോലും ആൾക്കാർക്ക് കൃത്യമായിട്ട് ആ ഡസ്റ്റ്ബിനിൽ തന്നെ വേസ്റ്റ് ഇടത്തുള്ളൂ. അപ്പം അതൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട് അടിപൊളിയായിട്ട് മാറും.
വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ കൃത്യമാക്കാനുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാരാണെങ്കിലും കുറച്ചുകൂടെ അതൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ പുറത്തുനിന്നുള്ള വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുവാണ്. അപ്പം അവരും കാണുമ്പം അവർക്ക് ഒരു അഭിമാനമാണ്. അവരും പുറത്തുപോയി മറ്റുള്ളവർ പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു പുറത്തുപോയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴാണെങ്കിലും നമുക്കും പുറത്തുള്ള കുറേ പേര് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു അഭിമാനമായിരിക്കും കേരളത്തെ പറ്റി പറയുമ്പോൾ. നല്ല നാട് നല്ല രീതിയിൽ നന്നാവുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം കുറേ കൂടെയൊക്കെ നന്നാവാറുണ്ട്. ഇപ്പോഴും കുറേ ബെറ്റർ ആവണം, ഇനിയും കുറേ കൂടെ ബെറ്റർ ആവണം. നമ്മളും ഒരു നല്ല രീതിയിലൊരു ലെവലിൽ അത്യാവശ്യം ദുബായ് ലെവലിലൊക്കെ വന്നാൽ നല്ലതായിരിക്കും. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വരും വർഷങ്ങളിൽ. ഇന്നത്തെ റണ്ണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ മാപ്പ് ഇടാം എത്ര ഓടിയെന്നുള്ളത്. കുറച്ച് പുതിയ സ്പോട്ടുകൾ കണ്ടുപിടിച്ചായിരുന്നു ഓട്ടത്തിനിടയിൽ. അപ്പോൾ അതൊക്കെയാണ് ഈ ഓടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പുതിയ പുതിയ സ്പോട്ടുകൾ നമുക്ക് കിട്ടും. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വീഡിയോ ജസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓടി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി വാം ഡൗൺ ചെയ്യണം. വാം ഡൗൺ ചെയ്തില്ലെങ്കിൽ നാളെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വാം ഡൗൺ